ഹായ്, ഞാൻ റാഷി. പോസ്റ്റർ ക്രിയേറ്റിംഗ് ട്യൂട്ടോറിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബിസിനസ് പോസ്റ്ററാണ്. അതായത് നമ്മളെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനും മാർക്കറ്റിംഗ് ചെയ്യാനും മറ്റുള്ള കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ബിസിനസ് പോസ്റ്റർ. അതായത് നമ്മൾ വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുക്കുന്ന പോലെ നമ്മളെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളും നമ്മളെ സ്പെഷ്യാലിറ്റിയും മറ്റ് എല്ലാ സർവീസുകളും ഡീറ്റെയിൽസുകളും കൊടുത്ത് കസ്റ്റമറെ നമ്മളുടെ ബ്രാൻഡിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കമ്പനിയിലേക്ക് കൊണ്ടുവരാനുള്ള പോസ്റ്റർ. അപ്പോൾ ഉദാഹരണത്തിന് ഈ പോസ്റ്ററാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് ചെയ്യാം നമ്മൾ പോസ്റ്റർ ഉപയോഗിച്ച് എന്ന് നമ്മൾ ചെയ്ത് നോക്കില്ല. പോസ്റ്റർ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്, നമ്മൾ ഒരുപാട് ഈ പോസ്റ്റർ ചെയ്യാൻ ഒരുപാട് ഷോർട്ട് കട്ടുകൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്ന അതുപോലെ ഉദാഹരണത്തിന് മാസ്കിംഗ് ടൂള് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്ന ഒരു പോസ്റ്ററാണിത്. പക്ഷെ നമ്മൾ അതൊന്നും ഉപയോഗിക്കാതെ മാനുവലായിട്ടാണ് ഇത് ഓരോന്ന് ചെയ്യുന്നത്. മാസ്കിംഗ് ഒക്കെ നമ്മളതായ ഒരു ഐഡിയ വെച്ച് ചെയ്യുക. അതായത് അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് പഠിക്കുകയാണല്ലോ. പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പോസ്റ്ററുകൾ കാണും. നമ്മൾ പോസ്റ്ററിലേക്ക് കൊണ്ടുവരാൻ നമ്മളുടെ ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഓപ്ഷനുകൾ നമ്മളെ പോസ്റ്ററിൽ കാണൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത് പിന്മാറും. അപ്പൊ അങ്ങനെ പിന്മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഓരോ ടൂൾസ് വെച്ച് അതേ എഫക്റ്റ് ആ ടൂൾസ് അല്ലാതെ വേറെ ടൂൾസ് വെച്ച് എങ്ങനെ ചെയ്യാം എന്നും കൂടിയാണ് ഈ പോസ്റ്ററിൽ കാണിക്കുന്നത്. കുറെ ആൾക്കാർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇതിന് അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇത് ഇങ്ങനല്ലതോ, ഇങ്ങനെ ചെയ്താൽ ഈ ടൂൾ ഉപയോഗിച്ചാൽ പോരെ, ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാം എന്ന് ഉണ്ടാവും. ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇത് നമ്മൾ പഠിക്കുകയാണ്. മനസ്സിലായില്ലേ? പഠിക്കാൻ വേണ്ടി ഓരോ ഐഡിയകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂളിനെ തന്നെ പല രീതിയിൽ യൂസ് ചെയ്യാനാണ് നമ്മൾ ആദ്യം തന്നെ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ തുടങ്ങില്ല. ആദ്യം തന്നെ നമ്മൾ ക്യാൻവാസ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യണം. അങ്ങനെ ഇമേജ് കൊണ്ടുവന്നു. ഇമേജ് ഒന്ന് സൈസ് ഒന്ന് കൂട്ടി അതിൻ്റെ കറക്റ്റ് പ്ലേസിൽ പ്ലേസ്മെൻറ്റ് ചെയ്തു. സാധാരണ രീതിയിൽ നമ്മൾ ആവശ്യത്തിൽ പോസ്റ്റർ ചെയ്ത പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ആ ഇമേജും അതുപോലെ റൊട്ടേറ്റ് ആയി പോകും. അപ്പോൾ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അതിനുവേണ്ടി നമ്മൾ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാസ്കിങ് ഓപ്ഷനാണുള്ളത്. താഴെ മാസ്കിംഗ് ടൂൾ ഉപയോഗിച്ച് മാസ്ക് ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത്. മാസ്ക് ചെയ്യുമ്പോൾ ഇവിടെ സൈഡൊക്കെ റൗണ്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ അതും നമ്മൾ മാനുവലായിട്ട് ഇതിന് മാസ്കിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കാൻ പോകും. അതിനുവേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് എടുത്ത് നമ്മളൊരു ഷേപ്പ് ആ ഷേപ്പിനൊന്ന് വീതിയൊക്കെ കൂട്ടി നീളമൊക്കെ കൂട്ടി അതിന് വൈറ്റ് കളറ് കൊടുത്ത് പിന്നെ അതിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. നമ്മൾ ആവശ്യമുള്ള രീതിയിൽ റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് കറക്റ്റ് പ്ലേസിൽ കൊണ്ടുവെക്കുക. പിന്നെ അതിനൊരു കോപ്പി എടുത്ത് വീണ്ടും അതിനെ റൊട്ടേറ്റ് ചെയ്യാം. അതിനും കറക്റ്റ് പ്ലേസിൽ വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് ആഡ് ചെയ്യുകയാണ്. പ്ലസ് ബട്ടൺ ചെയ്ത് ഷേപ്പ് അതിനെ ഓരോന്നായിട്ട് അതിൻ്റെ കറക്റ്റ് പ്ലേസ്മെൻറ്റിലേക്ക് കൊണ്ടുവരിക. അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ രീതിയിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും കൂടി എടുത്തിട്ട് അങ്ങനെ നമ്മൾ മൂവ് ടൂളൊക്കെ ഉപയോഗിച്ച് കറക്റ്റ് പ്ലേസ്മെൻറ്റ് ചെയ്തു. ഇനി നമ്മളിതിന് കളർ കൊടുക്കുക. അങ്ങനെ കളറും കൊടുത്ത് രണ്ട് ഷേപ്പിനും ഓരോ കളർ തന്നെ കൊടുത്ത് അപ്പോൾ ആ സെക്ഷനും തീർന്ന്. ഇനി നമുക്കിതിന് ഓരോ ബോക്സ് ആയിട്ട് തിരിക്കണം. നമ്മൾ ബോക്സ് ആയിട്ട് മാസ്കിങ് ചെയ്ത പോലെ എഫക്റ്റ് കൊണ്ടുവരണം. അതിനു വേണ്ടി നമ്മൾ വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് എടുത്ത് ഷേപ്പിൻ്റെ നീളമൊക്കെ ഒന്ന് കൂട്ടി വീതിയൊക്കെ നല്ലോണം കുറച്ച് നമുക്ക് ലൈനിൻ്റെ ഒരു എഫക്റ്റാണ് വേണ്ടത്. അതിന് വൈറ്റ് കളർ കൊടുത്ത് അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എടുത്ത് വെച്ച് മാറ്റി അതിനെ
ഇമേജിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്ത് നമ്മളെ കറക്റ്റ് റൊട്ടേറ്റ് ഇനി അതിന് ഒരു ബോക്സ് ടൈപ്പ് എഫക്റ്റ് കൊടുക്കുക. വീണ്ടും ഇതിനെ കോപ്പി എടുത്ത് ഒരേ അളവിൽ നമ്മൾ കൊടുക്കുക. വീണ്ടും നമ്മൾ കോപ്പി എടുത്ത ആദ്യത്തെ ലെയർ ഷേപ്പ് സെലക്ട് ചെയ്ത് അതിനെ റൊട്ടേറ്റ് ചെയ്ത് അതിനെ ഇതുപോലെ തന്നെ ടൂൾ ഉപയോഗിച്ച് പ്ലേസ്മെന്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇപ്പോൾ നമ്മൾ ബോക്സ് എഫക്റ്റും കൊടുത്തു കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ക്രോസ് ചെയ്തിട്ടിട്ടുള്ള ഷേപ്പിനെ വീണ്ടും സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അതിനെ നമ്മൾ ആദ്യം ഈ കോർണറിൽ കൊണ്ടുവന്ന് വെച്ചു. ആ എഫക്റ്റ് കഴിഞ്ഞു. വീണ്ടും അതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഈ ബോക്സിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. നമ്മളന്ന് ഒപ്പാസിറ്റി കുറക്കുന്നുണ്ട്. ഒപ്പാസിറ്റി കുറച്ച് അതിൻ്റെ വീതി ഒന്ന് നീളം നമ്മൾ കുറക്കുന്നുണ്ട്. ആ ബോക്സിലേക്കുള്ള മാത്രം വലുപ്പം മതി. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിലേക്കുള്ള നമ്മുടെ ടെക്സ്റ്റുകളും ലോഗോ എല്ലാം ആഡ് ചെയ്യണം. നമ്മളെ ബ്രാൻഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ ഇതിൽ കൊടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ലോഗോ ആഡ് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇമേജിൽ പോയി നമ്മൾ ലോഗോ ആഡ് ചെയ്യാം. നമ്മളെ പോസ്റ്ററിലേക്ക് നമ്മൾ ആ ലോഗോ കൊണ്ടുവന്നു. പിന്നെ അതിനെ ഒന്ന് സൈസ് ചെറുതാക്കി പ്ലേസ്മെൻറ്റ് ചെയ്ത് ഇനി ഓരോ ടെക്സ്റ്റുകളും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ടെക്സ്റ്റ് എഫക്റ്റുകൾ കൊണ്ടുവരുന്നവരൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാലും ഓരോന്നോരായിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മളെ പോസ്റ്ററിലേക്ക് ആവശ്യമുള്ള നമ്മളെ ബ്രാൻഡിൻ്റെ ലോഗോ കൊടുന്ന്, അതുപോലെ ബ്രാൻഡിൻ്റെ നെയിം കൊടുത്തു, ടാഗ് ലൈനും കൊടുത്തു. ഇനി നമ്മൾ ടെക്സ്റ്റ് എടുത്ത് ഓരോ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാണ്. നമ്മൾ ഇതിൽ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, ഈ പോസ്റ്ററിൽ കൊടുക്കാൻ ഉദ്ദേശിച്ച ആ ക്യാപ്ഷന് ആദ്യം നമ്മൾ കൊടുക്കുകയാണ്. അതിൽ ചില ലെറ്റേഴ്സുകൾ നോർമലാണ്, ചില ലെറ്റേഴ്സുകൾ നമ്മൾ ടെക്സ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബോൾഡ് ചെയ്യുന്നുണ്ട്. ബോൾഡ് എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട് അട്രാക്റ്റീവായിട്ട് നമ്മൾ നിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ ഓരോ ടെക്സ്റ്റുകൾ നമ്മൾ കൊണ്ടുവരികയാണ്. ഇപ്പോൾ നമ്മൾ ആ ക്യാപ്ഷന് നമ്മൾ പോസ്റ്ററിലെ ക്യാപ്ഷന് കൊടുത്തു കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമ്മളെ സർവീസ് എന്തൊക്കെയാണ് സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓരോ ടെക്സ്റ്റുകളായിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇതിപ്പോൾ 2 ലൈനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഒരു ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 ലെയർ ആയതുകൊണ്ട് തന്നെ അതിനൊരു കളർ ചേഞ്ച് കൊടുക്കാം. നമ്മളിതിലെ പോസ്റ്ററുള്ള മെയിൻ കളറായി ഇതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കളറും കൊടുത്ത് ഇനി ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾക്കൊരു ലൈന് പോലെ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഷേപ്പ് എടുത്ത് നമ്മളതിലേക്ക് കൊണ്ടുവന്നു. അതിനൊന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്തു, വലുതാക്കി, വീതിയും ഒക്കെ ഒന്ന് ചെറുതാക്കി കൊടുത്തു. ഇനി അതിന് നമ്മൾ ഈ കളർ തന്നെ കൊടുക്കുകയാണ്. ആ കളറും കൊടുത്തു. പിന്നെ മൂവ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുകയാണ്. ഇനി ഒന്ന് വലുപ്പമൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് സെറ്റാക്കി നമ്മൾ അറേഞ്ച് ചെയ്യുക. അങ്ങനെ അതും നമ്മൾ സെറ്റാക്കി. ഇനി നമ്മൾ സർവീസ്
എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ എന്തൊക്കെ സർവീസ് എന്നുള്ളത് നമ്മൾ കൊടുക്കാൻ പോകണം. അതിലേക്കുള്ള ഓരോ ടെക്സ്റ്റുകൾ നമ്മൾ ആഡ് ചെയ്യുകയാണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓരോന്ന് കൊണ്ടുവരാൻ അതിനൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ മുകളിൽ കൊടുത്ത പോലെ തന്നെ കുറച്ച് ടെക്സ്റ്റിന് നമ്മൾ ബോൾഡായിട്ടും കുറച്ച് ഹെൽത്തിന് നോർമലായിട്ടും കൊടുക്കാൻ പോവുകയാണ്. അതിന് ബോൾഡ് ചെയ്യാനുള്ളതാണ് നമ്മൾ ആദ്യം കൊടുത്തു. ഇനി നോർമലായി കൊടുക്കാനുള്ള ഓരോ ടെക്സ്റ്റുകൾ വീണ്ടും കൊണ്ടുവരികയാണ്. ഇനി നമ്മൾ അതിനൊന്ന് ഒന്നും കൂടി ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഒരു എഫക്റ്റ് കൂടി കൊടുക്കുകയാണ്. അതിനു വേണ്ടി നമ്മൾ ഓരോന്ന് പോയിന്റ് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അതിനൊരു ഓപ്ഷൻ കൊടുക്കുന്നു. അതിനുവേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഷേപ്പിൽ ഓവൽ ഷേപ്പ് ഈ ഷേപ്പ് എടുത്ത് നമ്മളൊന്ന് അതിനൊന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്യുക. ഒന്ന് ചെറുതാക്കി നമ്മൾ ഓരോ ലൈനിൻ്റെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് വെക്കുക. ഞാനിനി ഓരോന്നോരോന്നായിട്ട് നമ്മൾ 3 ലൈനായതുകൊണ്ട് 3 ലൈനിനും ഓരോന്ന് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ 3 ലൈനിനും നമ്മൾ അങ്ങനെ ഒരു എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ കമ്പനിയെക്കുറിച്ച് നമ്മളൊന്ന് എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവം നമ്മളുടെ കമ്പനിയെ ഒന്ന് അറിയണമല്ലോ, എന്ത് കമ്പനിയാണ് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽസ് കൂടി കൊടുക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്നിനെ നമ്മൾ നോർമൽ ലൈൻ വെച്ച് ഒരു ലൈനിനെ നമ്മൾ ബോൾഡായിട്ടും വെച്ച് വൈറ്റ് കളറും കൊടുത്തു. ഇനി വീണ്ടും മുകളിൽ കൊടുത്ത പോലെ തന്നെ ഒരു ഷേപ്പിനെ കൊണ്ടുവന്ന് അതിനും ഒരു ലൈന് കൊടുക്കുകയാണ്. അങ്ങനെ ആ സെക്ഷനിൽ തന്നെ ഇനി നമ്മൾ കമ്പനിയെക്കുറിച്ച് കുറച്ച് 2-3 ലൈന് കൊടുക്കാൻ പോവുകയാണ്. അതും ടെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് അതും നമ്മൾ കൊടുത്ത് അതിന് ബ്ലാക്ക് കളറിൽ തന്നെ നമ്മൾ നിലനിർത്തുകയാണ്. ബോൾഡൊന്നും ചെയ്യുന്നില്ല. അതൊരു എഫക്റ്റായിട്ടൊക്കെ കൊടുക്കണം. ഇനി കസ്റ്റമർക്ക് നമ്മളുമായി കോണ്ടാക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മളെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫോൺ നമ്പർ, നമ്മളെ അഡ്രസ്സ്, നമ്മളെ മെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ കൊടുക്കാൻ പോകണം. അപ്പോൾ അതൊക്കെ ഓരോന്ന് കൊടുക്കുമ്പോൾ അതിന് ഓരോന്ന് അതിൻ്റെതായ ലോഗോസുകൾ നമ്മൾ കൊടുക്കുക. അതിന് നമ്മൾ ലോഗോ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഐക്കണിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ലോഗോസുകൾ ഇവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്തെടുക്കാം. ഓരോ ലോഗോസും നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ അതിൻ്റെ ലോഗോസുകൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കളറൊക്കെ ബ്ലാക്ക് കളർ കൊടുത്ത് സൈസൊക്കെ ഒന്ന് ചെറുതാക്കി നമ്മൾ ആദ്യം ഓരോ ലോഗോസുകൾ നമ്മൾ കറക്റ്റ് പ്ലേസിൽ കൊണ്ടുവന്നു. ഇപ്പോൾ നമുക്ക് ഫോൺ നമ്പറിൻ്റെ ലോഗോ, അഡ്രസ്സിൻ്റെത്, മെയിൽ ID, വെബ്സൈറ്റിൻ്റെ 4 ലോഗോസുകൾ കൊണ്ടുവന്ന് ഇനി നമ്മളെ ഡീറ്റെയിൽസുകൾ അതിൽ ഫില്ല് ചെയ്യാം. ടെക്സ്റ്റ് കൊടുത്ത് നമ്മൾ ഓരോ ഡീറ്റെയിൽസുകളും ആഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇതിലേക്കുള്ള ടെക്സ്റ്റുകൾ ആഡ് ചെയ്തു. ഫോൺ നമ്പർ, നമ്മളെ അഡ്രസ്സ്, നമ്മളെ ഇമെയിൽ ID, വെബ്സൈറ്റ്, എല്ലാ അഡ്രസ്സും. ഇപ്പോൾ നമ്മളെ പോസ്റ്റർ, നമ്മളെ ബിസിനസ് പോസ്റ്റർ നമ്മൾ ആരെങ്കിലും ബിസിനസ് അപ്രോച്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കമ്പനിയെ നമ്മൾ മറ്റുള്ളവർ മുന്നിൽ പ്രൊമോട്ട് ചെയ്യാൻ, നമ്മളെ കമ്പനിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലത്തെ പോസ്റ്റർ നല്ല അട്രാക്റ്റീവായിട്ട് പോസ്റ്ററുകൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള നമ്മളതായ ബ്രാൻഡിൽ ഒരു ഉദാഹരണമായിട്ട് ചെയ്തതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലൊരു ഡിസൈന് നമുക്ക് നിങ്ങളൊരു ഐഡിയ വെച്ച് നിങ്ങളുടെ ലോഗോ, നിങ്ങളുടെ കമ്പനി ബ്രാൻഡൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി പോസ്റ്റർ ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്തെടുത്ത് അടിപൊളി ഒരു ക്രിയേറ്റീവ് പോസ്റ്റ് നമ്മളെ ബ്രാൻഡിന് വേണ്ടി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.